ഇതും നല്ലപോലെ റൂട്ട് വന്നിട്ടുണ്ട്. വാട്ടർ പ്രൊപ്പഗേഷനെ കുറിച്ച് അറിയാമോ? ചില ചെടികൾ നമുക്ക് മണ്ണിലും അല്ലെങ്കിൽ പോട്ടി മിക്സിലൊന്നും കമ്പ് കുത്തി കഴിഞ്ഞാൽ പിടിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ചെടികളെ വെള്ളത്തിലിട്ട് വളർത്തും. ഇത് കണ്ടോ, ഇതിൻ്റെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു ടബ്ബാണ്. ഈ ടബ്ബിൽ വെച്ചിട്ടാണ് ഞാൻ ഈ നെപ്പന്തസ് കമ്പ് ജസ്റ്റ് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ റൂട്ട്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി, നല്ലപോലെ റൂട്ട് വന്നിട്ടുണ്ട്. ഇതും വേറൊരു വെറൈറ്റി നെപ്പന്തസ് ആണ്. എല്ലാത്തിലും നല്ല രീതിയിൽ റൂട്ട്സ് വന്നിട്ടുണ്ട്. ഇത് ഇനി എങ്ങനെ നമ്മൾ പോട്ടിലേക്ക് മാറ്റി നടാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 3 പ്ലാന്റ്സും മാറ്റി നടാനായിട്ട് പോവുകയാണ്. മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റൂട്ട്സ് ഒരിക്കലും പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാഗ്നം മോസും അതുപോലെ തന്നെ പെർലൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ്. പലർക്കും സംശയം ഉണ്ടാവും എന്തുകൊണ്ട് ഇതിൽ ഫെർട്ടിലൈസർ ഇടുന്നില്ല എന്നുള്ളത്. ഫെർട്ടിലൈസർ നമ്മൾ ഒരിക്കലും കാർണിവോറസ് പ്ലാന്റ്സിന് കൊടുക്കാൻ പാടില്ല. കാരണം ഇതിന് ഫെർട്ടിലൈസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പാർട്ടായിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ഇത് ഇര പിടിക്കുന്നത് ആ ഭാഗം പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യുകയില്ല. അപ്പോൾ ഈ ചെടി വെറും ലീഫ് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയായിട്ട് മാറും. ഈ ഒരു സൈസിലുള്ള പോട്ടിലാണ് നമ്മൾ ചെടി നടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ ശ്രദ്ധിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ. പ്ലാന്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റും നമ്മൾ പോട്ടി മിക്സ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഓവർ പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് ഡാമേജ് ആയി അതിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് പിന്നീട് പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സോ പല കൾട്ടിവേഴ്സും അവരുടെ എക്സോട്ടിക് പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാട്ടർ പ്രൊപ്പഗേഷൻ. നിങ്ങളും നിങ്ങളുടെ എക്സോട്ടിക് പ്ലാന്റ്സിനെ ഈ രീതിയിലൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കൂട്ടോ. റിസ്ക് വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ പ്രൊപ്പഗേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. താങ്ക്സ് ഫോർ വാച്ചിങ്.